ഇപ്പൊ നിങ്ങൾ യഥാർത്ഥത്തിൽ വലിയ താരങ്ങളാണ് ഇപ്പോൾ. ഇപ്പൊ എങ്ങോട്ടിറങ്ങിയാലും ആൾക്കാർ തിരിച്ചറിയും നിങ്ങളുടെ സംഭവങ്ങൾ. തമിഴ്നാട്ട് ഉൾപ്പെടെയുള്ള ആൾക്കാർ ചിലപ്പം അവിടെ ലത്തിച്ചാർജ് ചെയ്യേണ്ട രീതിയിൽ പ്രേക്ഷകർ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷയാണോ? കാര്യം മരണത്തിൽ നിന്ന് സുഹൃത്തിനെ വലിച്ചു കയറ്റുന്ന ഒരു നിമിഷം, അത് ജീവിതത്തിലെ ഏറ്റവും പുണ്യമായ നിമിഷം തന്നെയാണ് അഫ്കോഴ്സ്. പക്ഷേ നമ്മളൊരു മരണത്തോടും ജീവിതത്തോടും നടത്തിയ ഒരു ഏറ്റുമുട്ടലാണല്ലോ. അപ്പം അതൊക്കെ ഇന്ന് പിൽക്കാലത്ത് ജനങ്ങൾ പാടിക്കൊണ്ടുണ്ടാക്കുന്ന ഒരു കഥയായി മാറും. ഇതൊക്കെ എന്തെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ? ഈ സംഭവത്തിന് ശേഷം ആലോചിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടേ ഇല്ലെന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ഞങ്ങൾ ആരുടെ പറയാണ്ട് വെച്ചിരുന്നത്. അങ്ങനെ ഒരു ആലോചന എല്ലാവരും പറയേണ്ടതാണ് ഞങ്ങൾ. ഇത് ആരും അറിയക്കരുതെന്ന് പറഞ്ഞ് ഒളിച്ചു വെച്ചേക്കരുത്. ഞങ്ങൾ സത്യം ചെയ്യിപ്പിച്ചു എല്ലാവരും കൂടി. ഒന്ന് ആരായി സത്യം ചെയ്യിച്ചത് ശരിക്കും? അത് ഞങ്ങൾ എല്ലാവരും കൂടി ഉള്ള ഒരു തീരുമാനമായിരുന്നു. കൂട്ടായ തീരുമാനമായിരുന്നു. ഇത് ആരും പറയരുത്. കാരണം ഇപ്പൊ ഞങ്ങൾ മാത്രമല്ല സുഹൃത്തുക്കൾ, ഞങ്ങൾ പറഞ്ഞില്ലേ ഒരുപാട് 40 പേരുള്ളതുകൊണ്ട് ഞങ്ങൾ. അപ്പൊ അവരുടെ കൂട്ടത്തിൽ പോലും പറയരുതെന്ന് പറഞ്ഞാൽ അതൊരു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എപ്പോഴും കൂടുമ്പോ അറിയാതെ ആരെങ്കിലും വായിന്ന് വീണു പോകാം. അപ്പൊ അങ്ങനെ ആരുടെ അടുത്തും പറയരുതെന്നുള്ള അങ്ങനെ ഒരു വാശി. നിങ്ങൾ ടൂർ പോകാൻ ഇനി വീട്ടുകാർ തടയും അങ്ങനെയുള്ള പേടിയെന്നാണോ നിങ്ങള്? അത് പേടി മാത്രമല്ല, ഞങ്ങൾ പറഞ്ഞാണ് സാറേ, ഇവന് അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളു. അപ്പൊ അമ്മക്ക് സുഭാഷിന്റെ അച്ഛൻ മരിച്ചത് സൂയിസൈഡ് ചെയ്ത ആണോ? എത്രാമത്തെ വയസ്സിലെ? എന്റെ അനിയന് 18 ദിവസം. നിങ്ങൾ 2 മക്കളല്ലേ? അനിയന് 18 ദിവസം, എനിക്ക് 5-5.5 വയസ്സ്. അയ്യോ, അത്രയും ചെറിയ പ്രായത്തിലെ എന്തായിരുന്നു അച്ഛൻ അങ്ങനെ ഒരു പിൻകാലത്ത് അമ്മ പറഞ്ഞ എന്തായിരുന്നു? അറിയില്ല. ഓക്കെ. എനിക്കൊന്ന് അത് സുഭാഷിന്റെ ലൈഫിനെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ടോ? അതാണോ സുഭാഷ് കല്യാണമൊക്കെ കഴിക്കാതെ ഇങ്ങനെ നടക്കണം എന്നൊക്കെ തോന്നുന്നു? ചിന്തകളെ ബോൾഡ് ആക്കിയിട്ടുണ്ടാവും. ജീവിതത്തെ കുറച്ചുകൂടെ പരുഷമായി നേരിടാൻ എല്ലാത്തിനെയും പോസിറ്റീവായിട്ടായി. അതുകൊണ്ട് നമുക്ക് ചെറുപ്പം തൊട്ട് ഒറ്റയ്ക്ക് യാത്രകൾ ചെയ്യണം, പല പല സന്ദർഭങ്ങളെ ഫേസ് ചെയ്യണം. അതിനൊക്കെ നമ്മുടെ വിൽ പവർ കൂട്ടി കാര്യങ്ങൾ കൂട്ടിയിട്ടുണ്ടാവും. അനിയനിപ്പോ എന്താ ചെയ്യുന്നത്? അനിയൻ പ്ലംബിംഗ് കോൺട്രാക്ടറാണ്. സുഭാഷ് എന്താ ചെയ്യുന്ന പറഞ്ഞേ? എനിക്ക് ഹാൻഡ് റെയിൽ ഇൻഡസ്ട്രിയിൽ ഹാൻഡ് റെയിൽ. അല്ല, സുഭാഷ് ഒരു രീതിയിൽ ഭാഗ്യവാനാ. കാര്യം ഈ മഞ്ഞുമല്ല ഇത്രയും കരുത്തരായ ആളുകൾ കൂടെ ഉണ്ടല്ലോ. ഇപ്പൊ നമുക്കിപ്പോ അച്ഛനില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു അനാഥത്വമൊക്കെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരിക്കലും അല്ല, ഞാൻ ഒരു സാധ്യതയുണ്ട്. കാരണം വീട്ടിലിപ്പം അമ്മ എൻഗേജ്ഡ് ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ഇടത്തോട്ടും വലത്തോട്ടും നീ ഇഷ്ടം പോലെ ആൾക്കാരല്ലേ. മഞ്ഞുമൽ ബോയ്സ് മൊത്തം പിന്നാലെ ഉണ്ടല്ലോ. മഞ്ഞുമൽ ബോയ്സ് ഒറിജിനൽ അതൊക്കെ ഉണ്ട്. അത് എല്ലാവരും ഉണ്ട്. ആരും ഒറ്റപ്പെടല് അങ്ങനെയൊന്നുമില്ല. ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഈ മഞ്ഞുമൽ സിനിമയിലേക്ക് നമ്മളൊന്ന് വന്നാലേ, ഈ സിനിമ നിർമ്മിക്കണം അല്ലെങ്കിൽ സംവിധായകനല്ലേ ആദ്യം അല്ലേ? ചിദംബരമാണ്. ചിദംബരം വന്ന് നിങ്ങളുടെ കൂടെ താമസിച്ചിരുന്നോ? താമസിക്കല്ല, പുള്ളി വന്ന് ഇടക്ക് വരും, ഞങ്ങളായിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറയും, ഞങ്ങളുടെ കഥ കേൾക്കും. ചിദംബരം നോട്ട് ചെയ്തോണ്ട് പോവോ അതോ റെക്കോർഡ് ചെയ്തോണ്ട് പോവോ? ചിതു ആദ്യം വരുമ്പോ ചിതു ഡയറക്ട് ചെയ്ത ജാനമൻ എന്ന് പറഞ്ഞ സിനിമ റിലീസ് ആയിട്ടുണ്ടായില്ല. നമുക്ക് ചിതുവിനെ ആകപ്പാടി അറിയാവുന്ന ഗണപതിയുടെ ചേട്ടൻ എന്നുള്ള രീതിയിലാണ്. ഗണപതിയുടെ ചേട്ടനാണ്. ഗണപതിയുടെ ചേട്ടൻ എന്നുള്ള രീതിയിലാണ് ചിതുവിനെ ആകപ്പാടി അറിയാവുന്നത്. ഇതിനു മുമ്പ് 3 പേര് വന്നിട്ടും നടന്നിട്ടില്ല. അപ്പൊ ചിതുവിനെ നമ്മൾ ആദ്യം കണ്ടപ്പോ ചെറിയൊരു പയ്യൻ, ഇത് നടക്കൂല എന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചത്. പിന്നെ അതിനുശേഷമാണ് ജാനമൻ എന്ന് പറഞ്ഞ സിനിമ റിലീസ് ആകുന്നതും. അപ്പൊ നമുക്കൊരു സംഭവം, സൂപ്പർ ഹിറ്റ് ആയിരുന്നു അത്. അതിനുശേഷം പിന്നെ വീണ്ടും വരുന്നു കാര്യങ്ങൾ. ഇപ്പൊ ഇവരെല്ലാവരും വരുന്നു. എല്ലാ വരവിലും ഗണപതി കൂടെ ഉണ്ടാവും. ഗണപതി അപ്പൊ ആദ്യം തൊട്ട് ഇവിടെ വരും, നമ്മളൊപ്പം കാര്യങ്ങൾ ഓടിക്കും. അതിനുശേഷം ഓരോരോ ആക്ടേഴ്സ് നമ്മുടെ അടുത്ത് വരാൻ തുടങ്ങി. അവര് നമ്മളുടെ ബിഹേവിയർ എന്താണോ, നമ്മളിപ്പോ എന്താണോ നമ്മൾ പെരുമാറുന്നത്, അതാണ് ഈ സിനിമയുടെ വിജയം എന്ന് പറഞ്ഞു. അവര് നമ്മളെ ശരിക്കും പഠിച്ചു. അല്ല, ഇത് നിങ്ങൾ സിനിമ കണ്ടപ്പോ നിങ്ങളുടെ അതേ എക്സ്പ്രഷൻസ് ഒക്കെയാണോ അവര്? പിന്നെ തീർച്ചയായിട്ടും അതൊക്കെ തന്നെ നമ്മുടെ വീട്ടുകാര് ഒക്കെ പറഞ്ഞത്. ഞങ്ങള് നടന്മാരെ എല്ലാ സ്ക്രീനിൽ കണ്ടത് നിങ്ങളെ തന്നെയാണ് കണ്ടതെന്ന് പറഞ്ഞത്. അതാണ് ഈ സിനിമയിൽ എടുത്ത കണ്ട പ്രേക്ഷകർക്ക് അറിയാം. ഇതിന്റെ അകത്ത് 11 പേരും 11 സ്വഭാവക്കാരാ. എല്ലാ സിനിമയിലും അവർ ഒരേപോലെ അഭിനയിച്ചാൽ അത് ശരിയാവൂല എന്ന് അവർക്ക് തന്നെ ഒരു കൂട്ടായ ഒരു ബോധ്യം വന്നിട്ടായിരിക്കാം. നമ്മളിപ്പം വന്നു, ഓരോ കാര്യങ്ങൾ ഇടപഴകുന്നു, ഓരോ ഫംഗ്ഷൻ വരുന്നു, നമ്മളിപ്പം നിൽക്കുന്നു. നമ്മുടെ ഓരോരോ ക്യാരക്ടർ ആരൊക്കെയാണോ അവരവര് കണ്ടുപഠിച്ച്. ഏത് നടനാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏറ്റവും സിമിലർ ആയത്? അതായത് നിങ്ങളുടെ ഒരു സ്വഭാവമായിട്ട് ഒരുപാട് താതാത്മ്യം പ്രാപിച്ച ആരാണ്? അത് രണ്ടുപേരാ. അവര് രണ്ടുപേരും അല്ല, എല്ലാവരും എടുത്തിട്ടുണ്ട്. എല്ലാവരും നല്ലോണം എടുത്തിട്ടുണ്ട്. എന്നാലും എടുത്തു പറയേണ്ടത് ബാലു വർഗീസ്, പിന്നെ ചന്തു ചെയ്തിട്ട്, പിന്നെ എല്ലാവരും അതേപോലെ തന്നെ എടുത്തിട്ടുണ്ട്. ജീൻ ചേട്ടൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും. അവരുടെ സംഭാഷണം എങ്ങനെയാ നിങ്ങളുടെ പോലെ തന്നെ മാറ്റിയിട്ടുണ്ട് അവര്? അവരതുകൊണ്ടല്ലേ നടന്മാരായത്. അത് ചെയ്യാനുള്ള ക്യാച്ച് ചെയ്യാനുള്ള പവർ അവർ നല്ലോണം ക്യാച്ച് ചെയ്തിട്ട് ഞങ്ങൾ ശരിക്കും പഠിച്ചിട്ടുണ്ട്. അവർ ശരിക്കും ഒബ്സർവ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അവർ ഇതിനു വേണ്ടി അത്ര ബുദ്ധിമുട്ടുണ്ട്. ഒരു 3 അല്ലേ അത്? അപ്പൊ താങ്കളുടെ ശബ്ദം എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയെ കണ്ടപ്പോ? വർഗീസ് അല്ലേ അത്? അപ്പൊ താങ്കളുടെ ശബ്ദം എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയെ കണ്ടപ്പോ? അത് നടക്കിയിരിക്കുന്നു. അപ്പൊ താങ്കളുടെ ശബ്ദം എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയെ കണ്ടപ്പോ?
വിളിയൊക്കെ അത് അതേപോലെ തന്നെ തോന്നി, അതേപോലെ ഫീലിംഗ് തോന്നി. ആണോ? അല്ല, അവര് വിളിപ്പിച്ച് നോക്കിയായിരുന്നോ താങ്കൾ വിളിച്ചത്? വിളിപ്പിച്ചു നോക്കിയില്ല. അവര് എന്റെ അടുത്ത് ഇടയ്ക്ക് ഒന്ന് സംസാരിക്കും, എങ്ങനെയാണ് സംസാരിക്കണത്, ഇച്ചിരി ശബ്ദത്തിലാണ്. അപ്പൊ അവരത് ടേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ റെക്കോർഡ് ചെയ്തു. ഞാനാണ് ഇവനെ വിളിച്ച് രക്ഷപ്പെടുത്തിയെന്ന് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് അറിയാം നമ്മ ഏത് ലെവലിലാണ് സംസാരിക്കണത്. അതേപോലെ തന്നെ പുള്ളി ഇതില് എല്ലാത്തിലും സിനിമ കണ്ടു കഴിഞ്ഞാൽ ഓക്കെയാണ്. നമ്മളെ പോലെ തന്നെയാണ് പുള്ളി ഇതില്. ഓക്കെ, അപ്പം നിങ്ങൾ ഫുൾ സാറ്റിസ്ഫൈഡ് അല്ലേ? അവര് സിനിമ കഴിഞ്ഞപ്പോ നമ്മളോട് ഒരു ഒറ്റ കാര്യം ചോദിച്ചു, സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് ചോദിച്ചു. ചോദിച്ചു സിനിമയിൽ അണിയറ പ്രവർത്തകർ എല്ലാവരും, ഡയറക്ടർ ഉൾപ്പെടെ എല്ലാവരും, സൗബിക എല്ലാവരും നമ്മളോട് ചോദിച്ചു നിങ്ങൾക്ക് സിനിമ ഇഷ്ടമായോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. ഞങ്ങൾ ഹാപ്പിയാണെന്ന് ചോദിച്ചത്. അത്രേ ഞങ്ങളോട് ചോദിച്ചുള്ളൂ. ഞങ്ങൾക്ക് ഒന്നും ചോദിച്ചില്ല അവര്. ആ സിനിമ കഴിഞ്ഞ ഫസ്റ്റ് ഷോ കഴിഞ്ഞ അന്ന് അവര് നമ്മളോട് ചോദിച്ചത് നിങ്ങൾക്ക് സിനിമ ഇഷ്ടമായോ എന്ന് മാത്രം ചോദിച്ചോളൂ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിന്റെ അകത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ 95% അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയ്ക്ക് വേണ്ടി ഒരു 5 അതിനുവേണ്ടി അത്ര കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട് എന്നല്ലാതെ ബാക്കി എല്ലാം ചെയ്തിട്ടുണ്ട്. എന്റെ ഓർമ്മയിലുള്ള ഒരു സിനിമയ്ക്ക്, ഒരു റിയൽ സ്റ്റോറിക്ക് ഇത്രയും കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആരും കൊണ്ടുവന്നിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും അവർക്ക് സിനിമയുടെ വിജയത്തിന് വേണ്ടി കുറെ കാര്യങ്ങൾ കയറ്റാറുണ്ട്, അല്ലാണ്ട് ഒരുപാട് കയറ്റാറുണ്ട്. പക്ഷെ അവര് അതൊന്നും ചെയ്തിട്ടില്ല. ആ റിയൽ ഇത് സിനിമയുടെ ലൈഫ്. കാരണം എക്സ്ട്രാ ഒരു സൂപ്പർ ഹീറോ എലമെന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ സിനിമ മൊത്തം ചാടുന്നു, അതുപോലെ പറന്ന് മേലോട്ട് കയറുന്നു, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അവര് സത്യത്തിൽ നമ്മളോട് നീതി പുലർത്തി എന്ന് ഞാൻ അന്നും പറയുന്നു, ഇന്നും പറയുന്നു, എപ്പോഴും പറയുന്നു. ഞാനെന്നല്ല എല്ലാവരും.